യുഎസ് വിപണിയിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും S&P 500 ഒക്കെ സംബന്ധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു സെഷനിൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് 5000 എന്നുള്ളൊരു ലെവലൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർടോൺ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്ലേഷൻ കണക്കുകളൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. അതിനാൽ തന്നെ യുഎസ് വിപണിയിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, ഇന്നലെ നമുക്ക് മിക്സഡ് ആയിട്ടായിരുന്നു അമേരിക്കൻ മാർക്കറ്റ്സ് അവസാനിച്ചത്. കാര്യം എന്തെന്നാൽ നമ്മൾ ആ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്കും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ പുതിയ നിലവിലുള്ള ഓൾ ടൈം ഹൈ 38,927 പോയിന്റ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഈ ഡൗ ജോൺസ് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നാസ്ഡാക്ക് 100 ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 18,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് മറികടന്നു. ബട്ട് ആ ഒരു ഹയർ ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങും കാണാൻ സാധിച്ചിരുന്നു. സോ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിന്റെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബുള്ളിഷ് അറ്റ് ദിസ് മൊമെന്റ്. നമുക്ക് ആ രണ്ട് ഇൻഡസ്ട്രീസിലും ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ക്രൂഡിനെ കുറിച്ച് കമ്മോഡിറ്റി മാർക്കറ്റ്സിലെ ക്രൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഡെറിവേറ്റീവ്സിൽ 0.13% ഒരു മുന്നേറ്റം നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാരലിന് $82.09 എന്ന ലെവലിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? കേസിൽ ദി അണ്ടർടോൺ കൂടുതൽ ബുള്ളിഷ് ആയി വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ക്രൂഡിന്റെ കേസിൽ WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 78 മുതൽ $80. ബിറ്റ്വീൻ $78 and $80 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്രൂഡിന് ആ ലെവലിൽ നിന്ന് ചുരുങ്ങിയത് ഒരു $5 മുതൽ $6 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ക്രൂഡിന്റെ കേസിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $74 നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ഗോൾഡിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഔൺസിന് $2018.61 എന്ന നിലവാരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ്ലി സൈഡ്വേസ് ആയിട്ട് തന്നെ തുടരുന്നു. $2040 മേജർ ലെവല് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ട്രേഡിംഗ് തുടരുന്നത്. നമുക്ക് ഗോൾഡിന്റെ കേസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ $2062 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേസമയം $1990 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു കനത്ത ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി 166 പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 21,574 എന്ന റേഞ്ചിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ആഭ്യന്തര വിപണിയിൽ കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ മേജർ റെസിസ്റ്റൻസ് 22,150 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടൊരു അപ് മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റി 50 21,400 പോയിന്റിന്റെ സപ്പോർട്ട് ലെവലിന്റെ വളരെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ അടുത്ത മേജർ സപ്പോർട്ട് 21,100 പോയിന്റിലാണ് കാണുന്നത്. 21,100 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഒപ്പം നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ 752 പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 44,882 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ 44,633 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഒരു ബാങ്കിന് പോലും ഒരു നേട്ടത്തോടു കൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ബന്ധൻ ബാങ്കൊക്കെ തന്നെ ഒരു കനത്ത ഇടിവ് പ്രകടമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഈ ഒരു ഇടിവ് മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണോ? ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഇനി ഒരു സപ്പോർട്ട് 44,400.
44,400 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ബാങ്കിങ് സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വളരെ റിസ്കി ആയിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ആൻഡ് IDFC ഫസ്റ്റ് ബാങ്ക്. കാര്യം ഇതെല്ലാം ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. നിഫ്റ്റി ബാങ്കിന് ആക്ച്വലി ഒരേ ഒരു ബാങ്കിങ് സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് താങ്ങ് നൽകുന്നുള്ളൂ, ദാറ്റ് ഇസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുമ്പോഴേക്ക് എസ്പെഷ്യലി ദ സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എക്സെട്ര, അതിന്റെ ഒക്കെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തെ കറക്ഷനെ തുടർന്ന് ഇന്നോ അല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ബിക്കോസ് അടുത്ത കാലത്ത് സൃഷ്ടിച്ച 52 വീക്ക് ഹൈ ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഫോർ ദ സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. യെസ് സർ, ഓൾറെഡി PSU ബാങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. PSU ബാങ്കിങ് സൂചിക കഴിഞ്ഞ ദിവസം കനത്തൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നേരിയൊരു 20.33% ഒരു നഷ്ടം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് ബന്ധൻ ബാങ്കുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളത് തന്നെയാണ്. വാണിജ്യ വാഹനങ്ങൾക്കായിട്ടുള്ള ഒരു വായ്പാ സഹായം ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനുള്ള ഒരു കരാറാണ് നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രകടനം നിലനിർത്തുമ്പോൾ ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ടാറ്റ മോട്ടോഴ്സിലുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, എനിക്ക് തോന്നുന്നില്ല ബന്ധൻ ബാങ്കും ടാറ്റ മോട്ടോഴ്സും തമ്മിലുള്ള കരാറിനെ തുടർന്ന് ഒരു വിധത്തിലും അതിന്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ടാറ്റ മോട്ടോഴ്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്ക് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇതിന്റെ ഈ ഒരു ജനുവരി മാസത്തിലെ ഒരു ലോ ലെവല് നോക്കുമ്പോഴേക്കും അത് 788 രൂപയിലാണ് കാണുന്നത്. 788 രൂപയിൽ നിന്നും അതൊരു ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 950 രൂപ എത്തിയതിനു ശേഷം കഴിഞ്ഞ 6 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഈ പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ലോ റിസ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം ഫോം ചെയ്തു വരുന്നുണ്ട്. നമുക്ക് അതിനൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 929 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 29 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു 20 മുതൽ 30 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 905 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. കാര്യം 905 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ സ്റ്റോക്കിൽ നമുക്കൊരു 20 മുതൽ 40 രൂപയുടെ കറക്ഷനും കൂടെ പ്രതീക്ഷിക്കാം. യെസ്, ഒപ്പം തന്നെ മറ്റൊരു ഓട്ടോ സ്റ്റോക്ക് ആയിട്ടുള്ള മാരുതി സുസുക്കിയെ സംബന്ധിച്ച ഇലക്ട്രിക് എയർകോപ്റ്ററുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് മാതൃ കമ്പനിയായിട്ടുള്ള സുസുക്കി ആയിട്ട് ചേർന്നിട്ടായിരിക്കും ഇത്തരൊരു കോമ്പാക്ട് ഇലക്ട്രിക് എയർകോപ്റ്ററുകൾ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പൈലറ്റ് ഉൾപ്പെടെ 3 യാത്രക്കാർക്ക് വരെ ഗതാഗത സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രിക് എയർകോപ്റ്ററുകൾ ഡ്രോണുകളുടെയും ഒപ്പം തന്നെ പരമ്പരാഗത ഹെലികോപ്റ്ററുകളുടെയും ഒക്കെ തന്നെ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സ്കൈ ഡൈവ് എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ നാമകരണം ചെയ്തിരിക്കുന്നത്. ഏതായാലും ജപ്പാൻ ഒപ്പം തന്നെ US വിപണികളിലായിരിക്കും ഇനിഷ്യലി അത് അവതരിപ്പിക്കുക എന്നും തുടർന്നായിരിക്കും ഇന്ത്യൻ വിപണികളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാരുതിയുടെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 0.24% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാരുതിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, ഓട്ടോ സ്പേസ് നോക്കുമ്പോഴേക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് മാരുതി സുസുക്കി. കാര്യം എന്തെന്നാൽ ജനുവരി മാസത്തിൽ അറൌണ്ട് 9,700 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായ 10,950 9,970 ആ ഒരു റേഞ്ച് എത്തിയതിനു ശേഷം കഴിഞ്ഞ 3-4 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഷോർട്ട് ടേമിന് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10,775 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
ഈ സ്റ്റോക്കിൽ നമുക്ക് 300 മുതൽ 400 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 10,600 റുപ്പീസും നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കണം. അപ്പം മറ്റൊരു ഓട്ടോ സ്റ്റോക്കിനെ കുറിച്ചും കൂടി ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്. അതിൽ ഏഷ്യർ മോട്ടോഴ്സിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സ് ഇന്നിപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 0.86% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏഷ്യർ മോട്ടോഴ്സിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള Q3 റിസൾട്ടുകൾ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രോഫിറ്റിലാണെങ്കിലും ഒരു ഡബിൾ ഡിജിറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ റോയൽ എൻഫീൽഡിന്റെ സെയിൽസും ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏഷ്യർ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ സിംഗിൾ ഡിജിറ്റിലായിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളതും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ റിസൾട്ടിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രധാനമായിട്ടും ഏഷ്യർ മോട്ടോഴ്സിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഐഷോ മോട്ടോഴ്സ്, മാരുതി, ടാറ്റ മോട്ടോർ, നമ്മൾ ഏത് ഓട്ടോ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും കമ്പനികളുടെ ഒക്കെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വളരെ മികച്ചതായിരിക്കും എന്ന് ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ സ്റ്റോക്സിലൊക്കെ ലോ റിസ്കിൽ ഒരു എൻട്രി അവസരം ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. ഐഷർ മോട്ടോറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 4000 രൂപയായിരിക്കണം. സോ 4000 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കത്തുള്ളൂ. അങ്ങനെ 4000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്കൊരു 300 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3750 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമുക്ക് ഇൻഷുറൻസ് സെക്ടറിലെ സ്റ്റോക്സ് കൂടി ഒന്ന് പരിഗണിക്കാം. നമ്മൾ ഈ ഒരു ഷോയിൽ തന്നെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാന സ്റ്റോക്ക് തീർച്ചയായിട്ടും LIC തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തിലെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ അവസാന നിമിഷങ്ങളിൽ 5% ഒരു ഇടിവിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം LIC സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇനി കമ്പനിയുടെ റിസൾട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച നമ്പേഴ്സ് ഒക്കെ തന്നെ കമ്പനി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 9 മാസം പിന്നിടുന്ന സമയത്ത്, നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 9 മാസം കഴിയുമ്പോൾ അവരുടെ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് നോക്കുകയാണെങ്കിൽ അതിന്റെ മാർജിൻ വളരെ സ്ട്രോങ് ആയിട്ട് തുടർന്നായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല പുതിയ പ്രൊഡക്റ്റുകളിലൊക്കെ ലോഞ്ച് ഈ ഒരു പാദത്തിൽ കമ്പനിയെ സംബന്ധിച്ച് മികച്ച രീതിയിലേക്ക് ഒരു നമ്പേഴ്സ് റിലീസ് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ബ്രോക്കറേജുകളൊക്കെ തന്നെ ഇപ്പോൾ LICയെ സംബന്ധിച്ച് ടാർഗറ്റ് പ്രൈസ് ഒക്കെ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സ്റ്റോക്ക് കൈവശമുള്ള ആളുകൾ പ്രധാനമായിട്ടും ഇനി മുന്നോട്ടേക്ക് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇനി LICയിൽ നമുക്കൊരു എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ബ്രോക്കറേജുകളൊക്കെ ഈ അവരുടെ ടാർഗറ്റ്സ് റിവൈസ് ചെയ്യുന്നത് സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയതിനു ശേഷം അവർ ഹൈക്ക് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ LICയുടെ കേസ് നോക്കുമ്പോഴേക്കും നമ്മൾ ഇതേ ഫോറത്തിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഇതിന്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നവംബർ മാസത്തിൽ നമ്മൾ ഇതിന്റെ റേറ്റ് നോക്കുമ്പോഴേക്കും ഇറ്റ് വാസ് അറൌണ്ട് 600 റുപ്പീസ്. ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഈ ഫോറത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ 2 ദിവസം മുൻപുള്ള ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 1180 രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു നല്ല കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന ഈ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു ഷോർട്ട് ടേം പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കറക്ഷൻ 1-2 സെഷനിലും കൂടെ തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ലോ റിസ്കിൽ ഒരു എൻട്രി അവസരം ലഭിക്കും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലോ റിസ്കിൽ LICയിലൊന്നും ഇപ്പോൾ നമുക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ എൻട്രി അവസരം ലോങ് ടേമിന് വേണ്ടി ലഭിക്കാൻ പോകുന്നില്ല. സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി കറക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് LICയിൽ പുതിയൊരു ലോങ് ടേമിന് വേണ്ടി പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കനത്തൊരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 245 രൂപയിലേക്ക് ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷം, ഓൾമോസ്റ്റ് ഒരു 15% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള സെഷനിലൊക്കെ ദിവസങ്ങളിലായിട്ടായിരുന്നു അവരുടെ റിസൾട്ട് നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ കമ്പനിയെ സംബന്ധിച്ച് 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 715 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവരുടെ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
മാത്രമല്ല ടോട്ടൽ ഇൻകം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,630 കോടി രൂപയായിട്ട് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യയിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഡിറ്റോ ലൈക്ക് LIC. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ലോ ലെവൽ നോക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം ഒരു 135, 140 ആ റേഞ്ചിലായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് സമയത്ത് ഈ സ്റ്റോക്ക് 322 രൂപ വരെ എത്തിയിരുന്നു. ദാറ്റ് ഈസ് മോർ ദാൻ 100% ഗെയിൻ ഇൻ ദ ലാസ്റ്റ് 4-5 months. നാച്ചുറലി അത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈസ് വെരി വെരി നാച്ചുറൽ. എഗെയിൻ LICയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈ ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു എൻട്രി അവസരം ലഭിക്കാൻ പോകുന്നില്ല. സ്റ്റോക്കിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 220 രൂപയായിരിക്കണം. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച് ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. NIACL കുറിച്ച് ചോദിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ട്വിൻ ആയിട്ട് ഞാൻ കരുതുന്ന GIC-RE. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും GIC-REയുടെ കേസിലും കഴിഞ്ഞ ആഴ്ച 462 രൂപ എത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ 3 സെഷൻസിൽ കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി GIC-REയില് മിക്കവാറും ഒരു ദിവസം കൂടെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. GIC-REയുടെ കേസിലും നമ്മൾ ഈ ഒരു ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യരുത്.